നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇവിടെ ഫ്രൈഡേ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു ക്രാഷ് ഉണ്ടായിരുന്നു. ട്രേഡിംഗ് ഹോൾട്ട് നടന്ന് ഇപ്പോൾ 10% കൂടുതൽ ട്രേഡിംഗ് ഹോൾട്ട് നടന്ന് 45 മിനിറ്റ് ട്രേഡിംഗ് ഹോൾട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1000 പോയിൻ്റ് നിഫ്റ്റിയിൽ കുറയും. അവിടെ നിന്ന് തിരിച്ച് റീബൗണ്ട്സായി ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ജെന്യുവിനായിട്ട് മാർക്കറ്റ് കയറിയോ വേണമെന്ന് ചോദിച്ചാൽ അതൊരു വളരെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു ആഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി ടെൻഷൻ ഗ്ലോബലിൽ നിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം കൊറോണ വൈറസ് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. എല്ലാവർക്കും ടെൻഷനാണ് ഈ കൊറോണ വൈറസ് എന്താണ്, എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 100-ൽ പരം രാഷ്ട്രങ്ങളിൽ ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ളത് ഭയങ്കരമായിട്ട് ടെൻഷനാണ്. ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് എക്സ്പേർട്സിനേക്കാളും കൂടുതൽ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഡോക്ടേഴ്സിനോട് സംസാരിക്കേണ്ടതാണ് ഏറ്റവും ആവശ്യം. ഇപ്പോൾ ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല ഇതിൻ്റെ ഒരു മരുന്ന് കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ മരുന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത്. ആ ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ടെൻഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങുന്നില്ല. ഇപ്പോൾ സാധാരണ ഒരു ആൾക്കാരോട് സംസാരിച്ചാൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ കച്ചവടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ലക്ഷം 1 ലക്ഷം രൂപ കച്ചവടം ഉണ്ടായിരുന്ന കടയിൽ അത് ഏകദേശം ഒരു 20,000-30,000 രൂപയായിട്ട് താന്നു എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് തന്നെയാണ് വലിയ ബിസിനസ്സിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് ട്രാവൽസ് നിർത്തിയതും കാര്യങ്ങളും നമ്മളെല്ലാവരും അറിഞ്ഞു. US ബാനും കാര്യങ്ങളൊക്കെ യൂറോപ്യൻസിന് ട്രാവൽ ചെയ്യാനുള്ള ബാനും കാര്യങ്ങളും വരുന്നു. അപ്പോൾ ഇതിൽ ഒത്തിരി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഒരു ക്ലാരിറ്റി ഇല്ല ഇതെങ്ങോട്ടാണ് പോകുന്നത്. ഇതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ക്രൂഡ് പ്രൈസ് കുറഞ്ഞു എന്നുള്ളത്. ക്രൂഡ് പ്രൈസ് ഇന്ത്യക്ക് കുറയുന്നത് നല്ലതാണെങ്കിലും ഒരു $40 കുറയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അത്ര ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു ക്രൂഡ് പ്രൈസിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും മാർക്കറ്റ് ക്രാഷിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് ഡൊമസ്റ്റിക്കിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ കമ്പനികളിലും ഇപ്പോൾ ഈ ക്വാർട്ടറിലത്തെ റിസൾട്ട് വളരെ മോശമായിരിക്കും. ഇതൊന്ന് റിക്കവർ ചെയ്യാനായിട്ട് 1-2 ക്വാർട്ടറും കൂടി വേണ്ടിവരും. ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഒരു സ്റ്റെബിലിറ്റിനെ കുറിച്ച് പറയുന്നത് എല്ലാവർക്കും ടെൻഷനാണ്. ഇപ്പോൾ ഈ കൊറോണ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രൂഡ് പ്രൈസിൻ്റെ ഒരു ഫ്ലക്ച്വേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ മാർക്കറ്റ് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ടൈമിൽ ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എത്രമാത്രം വലുതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വലുതിനേക്കാളും കൂടുതൽ അൺസർട്ടനിറ്റിയാണ് എല്ലാവരെയും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി എന്ന് കഴിയും എന്നനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഇനി അങ്ങോട്ടുള്ള ഒരു കാര്യം. എല്ലാവർക്കും ഭയങ്കര ഒരു റിസ്ക് ഫാക്ടറിനെ പറ്റി എത്ര വലിപ്പമുണ്ടെന്നുള്ളത് ആർക്കും വലിയ പിടിപാടില്ല. പക്ഷേ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് വറിയെടുക്കേണ്ടത്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിംഗ് നമുക്ക് ആലോചിക്കുക. ഒന്നില്ലെങ്കിൽ മന്ത്ലി ഇൻവെസ്റ്റിംഗ്. SIP ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഒരിക്കലും SIP കുറയ്ക്കേണ്ട. എസ്പെഷ്യലി ഇക്വിറ്റി ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ SIP കണ്ടിന്യൂ ചെയ്യണതാണ് നല്ലത്. കാരണം ഇപ്പോൾ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ ഒരിക്കലും SIP ഇൻവെസ്റ്റ് ചെയ്തതിന് ഫണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫണ്ട് വിഡ്രോ ചെയ്യണതിൽ വലിയ അർത്ഥമില്ല. കാരണം നമ്മൾ കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫണ്ട് ഉണ്ടാക്കിയ ബെനിഫിറ്റ് എല്ലാവരും പോകും. അതേപോലെ തന്നെ SIP ഇനി അടയ്ക്കണത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞതും അത്ര ഒരു നല്ലൊരു കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. കാരണം നമ്മൾ വാങ്ങേണ്ടത് എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ്, വിൽക്കേണ്ടതാണ് കൂടിയിരിക്കുന്ന സമയത്ത്. ഇനി നമ്മുടെ അടുത്ത് ഒരു ബൾക്ക് ഫണ്ട് ഉണ്ട്. അത് ഈ ടൈമിൽ ഇപ്പോൾ മാർക്കറ്റ് കുറഞ്ഞു അതിൻ്റെ പേരിൽ ഓടിക്കൊണ്ട് ഇടാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി TV ന്യൂസും കുറേ അഡ്വൈസും വരുന്നുണ്ട്. മാർക്കറ്റ് കുറഞ്ഞിരിക്കുന്ന ടൈമിൽ വാങ്ങണം എന്ന് പറയുന്നത്. അപ്പോൾ ബൾക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ ഒന്നിച്ചൊരിക്കലും മാർക്കറ്റിലേക്ക് കൊണ്ടിടാതെ നമ്മുടെ ഗോൾ മനസ്സിലാക്കി, നമ്മുടെ റിസ്ക് അപ്പിറ്റൈറ്റ് മനസ്സിലാക്കി, നമുക്ക് എത്ര ഫണ്ട് എത്ര കാലത്തേക്ക് വെക്കാൻ പറ്റും എന്നുള്ള കാര്യം ക്ലിയറായിട്ട് മനസ്സിലാക്കി ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഫേസ് ബൈ ഫേസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് എപ്പോഴും നല്ലത്. ഇത്തരം ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ അസറ്റ് അലോക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഇപ്പോൾ മിക്ക ആളുകളും ഇപ്പോൾ TV ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇത്തരം സാഹചര്യത്തിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അഡ്വൈസർക്ക് ഒരു തേർഡ് പേഴ്സണായിട്ട് നിന്നുകൊണ്ട് ഒരു ബയാസ് ഇല്ലാണ്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മിക്ക ആൾക്കാരും അഡ്വൈസർ ഉണ്ടെങ്കിലും ആ അഡ്വൈസറോട് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റബിൾ ഫണ്ടിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇത്ര രൂപയുണ്ട് ഇൻവെസ്റ്റ് ചെയ്തോ എന്ന് പറയുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. അതിന് നിൽക്കാതെ ഈ ഫണ്ട്
എത്ര കാലത്തേക്ക് വേണം, എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പോൾ വല്ല കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ എത്ര കാലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, ഈ പണം ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഫണ്ടാണോ അതോ പെട്ടെന്ന് എന്തെങ്കിലും ഫണ്ടിൻ്റെ ആവശ്യം വരുമോ, ഇതെല്ലാനും ക്ലിയറാക്കി മനസ്സിലാക്കി ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു അഡ്വൈസറുടെ സഹായത്തോടെ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് ഒരു അഡ്വൈസറുടെ ആവശ്യമുള്ളൂ. നോർമലി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സിറ്റുവേഷനിൽ അഡ്വൈസറുടെ ആവശ്യമില്ല. ആർക്കും എല്ലാവർക്കും സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാനും ഫണ്ട് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിലാണ് അസറ്റ് ലൊക്കേഷൻ ഇമ്പോർട്ടൻസ്, ഇത്തരം സാഹചര്യങ്ങളാണ് അഡ്വൈസർ ഇമ്പോർട്ടൻസ്. സോ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അഡ്വൈസറുടെ സഹായം ഈ ടൈമിൽ നോക്കണം. ഇൻ കേസ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള അഡ്വൈസറെ കൊണ്ട് നിങ്ങൾ നോക്കിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. നമ്മൾ ടി വി അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ടി വിയിലത്തെ ന്യൂസ് കണ്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടിപ്പ് കണ്ടിട്ട് ഓടിപ്പോയി സ്റ്റോക്ക് വാങ്ങുന്നത്. ഇപ്പോൾ മാർക്കറ്റ് പൊട്ടിയിരിക്കുകയാണ്, ആ ടൈമിൽ കുറേ സ്റ്റോക്ക് വാങ്ങുക എന്ന് പറഞ്ഞിട്ട് റഷ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യണം. അതൊരിക്കലും ചെയ്യരുത്. നമ്മൾക്ക് എത്ര കോർപ്പസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് എത്ര റിസ്ക് എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇക്വിറ്റിനെ മാത്രം ആശ്രയിക്കാതെ അതിൽ കറക്റ്റ് മിക്സ് ആക്കിയിട്ട് എത്ര ശതമാനം നമ്മൾ ഡെറ്റിലേക്ക് കൊടുക്കണം, എത്ര ശതമാനം ഇക്വിറ്റിയിലേക്ക് കൊടുക്കണം, ഇതെല്ലാം മനസ്സിലാക്കി വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഈ സമയത്താണ് നമ്മൾ നോക്കേണ്ടത് എനിക്ക് എത്ര ഫണ്ട് എമർജൻസി ഫണ്ടായിട്ട് വെച്ചിരിക്കണം. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ തുക എമർജൻസി എടുക്കണം. കാരണം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്കൊരു ജോബ് ലോസിനും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ചാൻസ് ഉള്ളൊരു ടൈമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എത്രയാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ ഒരിക്കലും റിസ്ക് എടുക്കാത്ത തരം ഫണ്ടിൽ വേണം അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്കെന്തെങ്കിലും ഷോർട്ട് ടൈമായിട്ട് നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക, അതിന് എത്ര തുക വേണമെന്ന് മനസ്സിലാക്കുക. അത്തരം ഫണ്ടുകളും ഇക്വിറ്റിയിലേക്ക് വരരുത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്ന് ബോധ്യമുള്ള ഫണ്ടുകൾ മാത്രമേ ഇക്വിറ്റിയിലേക്ക് വരാൻ പാടുള്ളൂ. എത്ര നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും അത്തരം ഫണ്ടുകൾ മാത്രമേ ഇക്വിറ്റിയിലേക്ക് വരാൻ പാടുള്ളൂ. പിന്നെ ഈ സമയത്ത് ഒരിക്കലും കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിലും കടമെടുത്ത് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. അതേപോലെ തന്നെ ഇനി ഇൻ കേസ് എന്തെങ്കിലും പുതിയ ലോണുകളൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, ഹോം ലോൺ എടുക്കാൻ നിൽക്കണം, കാർ ലോൺ എടുക്കാൻ നിൽക്കണം, ഇത്തരം സമയത്ത് നമ്മൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിന് അത്തരം പർച്ചേസിന് ഒരിക്കലും ഇടപെടാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം സാഹചര്യങ്ങളാണ് നമ്മുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് നോക്കുന്നത്. നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടോ, ടൈം ഇൻഷുറൻസ് ഉണ്ടോ, ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ഉണ്ടോ, ഇതെല്ലാം ക്ലിയറാക്കി മനസ്സിലാക്കി നമ്മൾ ചെയ്യുക. കാരണം മിക്കപ്പോഴും നമ്മൾ എല്ലാം നന്നായിട്ട് പോകുന്ന ടൈമിൽ നമ്മളിതൊന്നും ആലോചിക്കില്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ചെക്ക് ലിസ്റ്റുകളെല്ലാം നോക്കുക, എനിക്കിതെല്ലാം കറക്റ്റായിട്ട് ഉണ്ടോ എന്നുള്ളത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മാർക്കറ്റ് വളരെ വോളറ്റൈലാണ്, മാർക്കറ്റ് ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ പേഴ്സണലി നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ ഇതിപ്പോൾ ചെയ്തേക്കുന്നത് കറക്റ്റാണോ, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതേപോലെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് സംസാരിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വി ആർ ഹാപ്പി ടു ഹെൽപ്പ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.